السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരവേറിയ പണ്ഡിതരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വീണ്ടും എൻ്റെ അസ്സലാമു അലൈക്കും. നമ്മുടെ നബിയുടെ 1500ാമത്തെ മീലാദാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അരങ്ങേറുന്നത്. കുറെ കൂട്ടുകാർ മുത്തുനബിയെ വാഴ്ത്തി പ്രസംഗിച്ചു. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് മുത്തുനബി നമ്മെ പലതവണ പഠിപ്പിച്ച ഉമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ്. ഉമ്മ എന്ന മൂന്നക്ഷരം കുറിക്കുന്നത് സഹനം എന്ന മൂന്നക്ഷരത്തെയാണ്. ഉമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്താലും ജീവിതം മുഴുവൻ സേവിച്ചാലും ആ മാതൃഹൃദയം തന്ന സ്നേഹ സഹന സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. അത്രത്തോളം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം ഉമ്മമാർക്ക് ഏകുന്ന മഹത്വത്തിനതിർ വരമ്പില്ല. മാതാപിതാക്കളുടെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗം എന്ന പ്രവാചക വചനം അതിന് മതിയായ തെളിവാണ്. ഒരിക്കൽ ഒരു സ്വഹാബി തിരുസന്നിധിയിൽ വന്നുകൊണ്ട് കടമയും കടപ്പാടും ആരോട് വേണമെന്ന സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ആദ്യം 3 പ്രാവശ്യവും നിന്റെ ഉമ്മയോട് 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 എന്നാണ് മുത്തുനബി തങ്ങൾ മൊഴിഞ്ഞത്. അത്രത്തോളം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. 10 മാസം നമ്മെ ചുമ ദിനങ്ങൾ, പ്രസവത്തിന്റെ നൊമ്പർ നിമിഷങ്ങൾ, ശേഷമുള്ള ഘോഷാകരമായ സന്ദർഭങ്ങൾ, അവരുടെ ക്ഷമയെ നമുക്ക് അളക്കാനാകുമോ? ഇല്ലേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദിയുള്ളവരായി തീരുക എന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല അവരോട് ചേ എന്ന ചെറുപ്പുച്ച വാക്കുകൾ കൊണ്ട് പോലും അവരെ നോവിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ആധുനിക സന്താനങ്ങൾ ഈ സഹന സത്യങ്ങളെ എല്ലാം ചവിട്ടി വരിച്ച് ഖുർആനിക അധ്യാപനം തുണൽവൽക്കരിച്ച് മുത്തുനബിയുടെ മുത്തിന്മേൽ കഠാര വെച്ച് ഉമ്മമാരെ വീട്ടിന്റെ പടിക്കടത്ത് വൃദ്ധസദനത്തിലേക്ക് തെള്ളുന്ന അതിലേറെ രംഗമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു സ്വഹാബി തിരുസന്നിധിയിൽ വന്നുകൊണ്ട് യുദ്ധാധിപനായി തേടുകയുണ്ടായി. അപ്പോൾ തിരുദൂതർ ചോദിച്ചു, അങ്ങനെ തിരുദൂതർ കടന്നു വരികയാണ്. തിരുദൂതർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ടോ? അതെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നാൽ അവരെ നീ പരിചരിക്കടാ, എന്നാൽ നീ നിന്റെ ഉമ്മയെ പരിചരിക്കടാ എന്ന് പറയുകയുണ്ടായി. അതാണ് നീ ചെയ്യുന്ന ജിഹാദിനേക്കാൾ ഏറ്റവും മഹനീയമെന്ന്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഉമ്മമാരെ പരിചരിക്കേണ്ട ആവശ്യകത തിരുനിമിത്തങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ത് മനോഹരമായിട്ടാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കലും സേവിക്കലും വഴി സ്വർഗീയ സുഖം സ്വാർത്ഥമാക്കാൻ നാം സദാ ശ്രമിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം. നിങ്ങൾക്കറിയില്ലേ ഹുവൈസുൽ ഖറാനി തങ്ങളെ? ഈ വേദിയിൽ ഇരിക്കുന്ന എത്ര പേർക്കറിയാം ഹുവൈസുൽ ഖറാനി തങ്ങളെ? എന്നാൽ ഞാൻ ഹുവൈസുൽ ഖറാനി തങ്ങളെ ആ മഹാനെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഉവൈസാണോ? അതെ, ഞാൻ ഉവൈസാണ്. നിങ്ങൾ യമനിൽ നിന്ന് വന്നതാണോ? അതെ, ഞാൻ യമനിൽ നിന്ന് വന്നതാണ്. എനിക്ക് നിങ്ങൾക്കൊരു ഉമ്മയുണ്ടോ? അതെ, എനിക്കൊരു ഉമ്മയുണ്ട്. തങ്ങളെ ഉമർ ബിൻ ഖത്താബ് കെട്ടിപ്പിടിച്ചു പറയുകയുണ്ടായി, എനിക്കൊന്ന് ദുആ ചെയ്യുമോ സ്വഹാബ? എനിക്കൊന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുമോ സ്വഹാബ? ഉവൈസുൽ ഖറാനി ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? സ്വർഗമുണ്ടെന്ന് പറഞ്ഞാളല്ലേ നിങ്ങളെ? ഞാൻ പിന്നെ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നിങ്ങൾക്ക് ഞാൻ എന്ത് ഇസ്തിഗ്ഫാർ നടത്താനാ സ്വഹാബ? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈ മദീനത്തേക്ക് ഒരു ഉവൈസ് തങ്ങൾ വരാനുണ്ട്, ഈ പൂമുഖത്തേക്ക് ഒരു ഉവൈസ് തങ്ങൾ വരാനുണ്ട് എന്ന്. എന്നെ കാണാൻ കൊതിച്ച് എന്നെ കാണാൻ കഴിയാതെ പോയ ഉവൈസ് വരാനുണ്ടെന്ന്. ആ ഉവൈസ് ഖറാനി തങ്ങളെ കണ്ടാൽ നിങ്ങൾ എന്റെ സലാം പറയുമോ സ്വഹാബ? നിങ്ങൾ എന്റെ സലാം ഒഴിയുമോ സ്വഹാബ എന്ന്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാം.